പാകിസ്ഥാൻ ഭരണകൂടം ശരിക്കും പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപ് കഴുത്തിൽ കൈയിട്ട് മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നൊക്കെ വിളിച്ചപ്പോ എന്തെല്ലാമൊക്കെയോ പ്രതീക്ഷിച്ച അസീം മുനീറിനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ട്രംപിന്റെ സ്നേഹവും അതുപോലെ തന്നെ ട്രംപിന്റെ പ്രകടനങ്ങളും അതെല്ലാം ഒരു ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. എന്താണെന്നല്ലേ, ട്രംപ് ഭരണകൂടം അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവയ്ക്കാൻ പാകിസ്ഥാനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്താണ് അബ്രഹാം അക്കോർഡ്സ് എന്നും പാകിസ്ഥാൻ അതിൽ ഒപ്പുവെക്കുമോ എന്നുമൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇസ്രയേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന് തുടക്കമിടുന്നത്. കഴിഞ്ഞ ടേമില് പ്രസിഡന്റ് ട്രംപിന്റെ കാലത്ത് തന്നെ 2020 അദ്ദേഹം ഈ ഒരു കരാറ് രൂപപ്പെടുത്തുകയാണ്. ശരിക്കും അത് ഇസ്രയേലിന് വേണ്ടി ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നതാവും ശരി. പക്ഷെ അദ്ദേഹം അതിന് കൊടുത്ത പേര് അബ്രഹാം അക്കോർഡ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒരുപോലെ പ്രിയങ്കരനായിട്ടുള്ള അബ്രഹാം എന്ന പ്രവാചകന്റെ പേരാണ് ഈ കരാറിന് നൽകിയത്. ഇതിലൂടെ ഇസ്രയേലുമായിട്ട് അകന്നു നിന്ന ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളെ ഇസ്രയേലുമായിട്ട് ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ അടുപ്പിക്കുക എന്നതായിരുന്നു ആത്യന്തികമായിട്ട് ട്രംപിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തില് UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലുമായിട്ട് കരാറിൽ ഒപ്പിടുന്നത്. പിന്നീട് മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായി. ഇതിനുശേഷം ഈ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകളും നയതന്ത്ര കാര്യാലയങ്ങളും പരസ്പര ബന്ധങ്ങളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ട സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഏതാണ്ട് 29-30ഓളം രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. അതിൽ തന്നെ കടുത്ത ഇസ്രായേൽ വിരുദ്ധരായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ പാസ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ ഒഴികെയുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ പാസ്പോർട്ടിന് അംഗീകാരമുള്ളത് എന്ന് വെച്ചാൽ സ്വന്തം പാസ്പോർട്ടിൽ പോലും ഓരോ പാകിസ്ഥാൻ പൗരനും ഇസ്രായേലിനോടുള്ള വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുകയാണ്. അത്രമാത്രം അവര് ഇസ്രായേലിനെ വെറുക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോഴാ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത് അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്ന്. എന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ട് എല്ലാത്തരം നയതന്ത്ര ബന്ധങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണമെന്നും. ഇങ്ങനെ ട്രംപ് പറയുമ്പോൾ പാകിസ്ഥാൻ തത്വത്തിൽ ചെയ്യേണ്ടി വരുന്നത് പാകിസ്ഥാൻ പൗരന്മാരുടെ പാസ്പോർട്ട് വരെ പാകിസ്ഥാൻ പുതിയത് കൊടുക്കേണ്ടി വരും. കാരണം അതിനകത്ത് ഇസ്രായേലിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന് ആപ്ലിക്കബിൾ അല്ലാത്ത പാസ്പോർട്ട് കൊണ്ട് നടക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും അവരുടെ പാസ്പോർട്ട് മാറ്റേണ്ടി വരും. അമ്മാതിരി വലിയ പണിയാണ് ശരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്നത്. ഈ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ ഒപ്പുവെക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷെ അസീം മുനീറിനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ. മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞു വരുമെന്ന് നമുക്ക് വഴിയെ നോക്കാം. രണ്ടാമത് വീണ്ടും ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ അബ്രഹാം അക്കോർഡ്സ് വിപുലീകരിക്കാനും കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാനും അമേരിക്ക ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് ചില പ്രധാന ലക്ഷ്യങ്ങളും കാരണങ്ങളും ഒക്കെ അതിന്റെ പുറകിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നയതന്ത്ര വിജയമാണ് പാകിസ്ഥാൻ ഇതിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ. ലോകത്തിലെ ഏക ആണവായുധമുള്ള മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലും ദക്ഷിണേഷ്യയിലും ചൈനയുടെയും ഇറാന്റെയും സ്വാധീനം കുറയ്ക്കാനും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ ഒരു സഖ്യം ശക്തമാക്കാനും US ആഗ്രഹിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് ഭാവിയിൽ ഇസ്രയേലിന് ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ ഇതിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിൽ ഒപ്പുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക പാക്കേജുകളും വായ്പകളും ഒക്കെ എളുപ്പത്തിൽ കിട്ടും. UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിക്കും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നത് കൊണ്ട് പാകിസ്ഥാന് തീർച്ചയായിട്ടും ഗുണമേ ഉണ്ടാവൂ. എന്നാൽ പാകിസ്ഥാൻ ഇതിൽ ഒപ്പുവെച്ചാൽ മറ്റൊന്നുകൂടി സംഭവിക്കും. കടുത്ത ഇസ്രായേലി വിരുദ്ധരായിട്ടുള്ള സംഘടനകളും ജനങ്ങളും തെരുവിലിറങ്ങും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അസീം മുനീറും ജീവനും കൊണ്ട് രാജ്യം വിട്ടോടേണ്ടി വരും. രാജ്യത്ത് കലാപമുണ്ടാവും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും. ആഭ്യന്തര കലാപവും സിവിൽ വാറും ഉണ്ടാവുന്നതിലേക്ക് അത് നയിക്കും. കാരണം ഇത്രയും കാലം പാകിസ്ഥാൻ അത്രമാത്രം ഇസ്രായേൽ വിരുദ്ധതയാണ് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്. എന്തിനേറെ പറയുന്നു, സ്കൂൾ വിദ്യാഭ്യാസ തലം തൊട്ട് തുടങ്ങുകയാണ് ആ ഇന്ത്യ ഇസ്രായേൽ വിരുദ്ധത. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നതിലൂടെ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവൃത്തിയെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പാസ്പോർട്ടിൽ പോലും ഇസ്രായേൽ വിരുദ്ധത കണ്ടു ശീലിച്ചവർക്ക് ഭരണകൂടം അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതായിട്ടേ തോന്നൂ. പാകിസ്ഥാൻ പട്ടാളം ആളിക്കത്തിച്ച് നിർത്തിയിരുന്ന വർഗീയത അവർക്കെതിരെ തന്നെ തിരിഞ്ഞുകൊത്താൻ അത് കാരണമാവും. ഇത് മാത്രമല്ല, സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നത് പാകിസ്ഥാന്റെ സ്ഥാപക നേതാവായ മുഹമ്മദ് അലി ജിന്നയുടെ കാലം മുതലുള്ള ശക്തമായൊരു നയമാണ്.
ഇത് തിരുത്തുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നതിന് കാരണമാകും. കടുത്ത ഇസ്രായേൽ വിരുദ്ധ വികാരമുള്ള പാകിസ്ഥാനിലെ പൊതുജനങ്ങളും കടുത്ത മതസംഘടനകളും സർക്കാരിനെതിരെ തിരിയുകയും ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളാവും. ഇസ്രായേലുമായി പാകിസ്ഥാൻ കൈകൊടുത്താൽ അത് ഇറാന്റെ കടുത്ത ശത്രുതയ്ക്ക് കാരണമാവും. ചുരുക്കത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ചെകുത്താനും കടലിനും നടുവിലാണ്. ഒരു വശത്ത് തകരുന്ന സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും പിന്തുണ വേണം. മറുവശത്ത് സ്വന്തം ജനങ്ങളുടെയും മതസംഘടനകളുടെയും കടുത്ത പ്രതിഷേധത്തെ ഭയക്കണം. ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ. പരസ്യമായിട്ട് അവരുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇത് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങളെ കൊണ്ട് ഒപ്പിടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ട്രംപ് വിടാനുള്ള ഉദ്ദേശം കാണുന്നില്ല. ഇത്രയും കാലം മോനെ, മക്കളെ, ചക്കരെ എന്നൊക്കെ വിളിച്ചു നടന്ന ട്രംപ് ഉറപ്പായിട്ട് നല്ല പുളിച്ച തെറി വിളിക്കാനും മടിക്കില്ല. കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ അസീം മുനീറിനെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്ന് വിളിച്ച അതേ വാഗൊണ്ട് തന്നെ പച്ചത്തെറിയും ട്രംപ് വിളിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, ട്രംപിനെ അനുസരിച്ച് മാത്രം ശീലമുള്ള പാകിസ്ഥാനിലെ ഭരണകൂടം എത്ര നാൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും? ഇത് ശരിക്കും പാകിസ്ഥാനെ ഇസ്രായേൽ ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട് പെടുത്തിയതാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം ശരിക്കും ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.